ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ ഒന്നാമത്തെ ഹദീസായി നൽകിയ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും അമലുകൾ ബിന്നിയ്യാത്ത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും താൻ എന്താണോ ഉദ്ദേശിച്ചത് അതായിരിക്കും ലഭിക്കുക. ഈ ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. മഹാനായ തബഉത്താബീങ്ങളിൽപ്പെട്ട പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ലൗ സന്നഫ്തുൽ അബ്വാബ് ലജഅൽതു ഹദീസ ഉമർ ഫീ കുല്ലി ബാബി. വ്യത്യസ്ത അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥം ഞാൻ രചിക്കുകയാണെങ്കിൽ ആ ഓരോ അധ്യായത്തിന്റെയും തുടക്കത്തിൽ ഞാൻ ഈ ഹദീസ് നൽകും. അഥവാ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന നിയ്യത്തിനെ സംബന്ധിച്ചുള്ള ഈ ഹദീസ് ഞാൻ എന്റെ ഓരോ അധ്യായത്തിലും നൽകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മൻ അറാദ അൻ യുസന്നിഫ കിതാബൻ ഫലിയബ്ദഅ ബിഹദീസി ഇന്നമൽ അഅമാൽ. ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ അവരുടെ ഗ്രന്ഥം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് കൊണ്ട് ആരംഭിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അഥവാ നിയ്യത്തിന്റെ പ്രാധാന്യവും അതിന്റെ നേട്ടവും അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അയാൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് ലഭിക്കുക. ഈ രണ്ട് സെന്റൻസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം. എന്താണ് ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് പറയുന്നത് അൽ അഅമാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ അത് നല്ലതാണോ ചീത്തയാണോ സ്വീകാര്യമാണോ സ്വീകാര്യമല്ലേ എന്നിത്യാദി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അഥവാ അത് മിൻ ജിഹത്തിൽ അമലുമായി ബന്ധപ്പെട്ടാണ് അത് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ആ പ്രവർത്തനത്തിന് പ്രേരകമായ നിയ്യത്ത് കൂടി ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാൾക്ക് ദാനം നൽകുന്നു, സദഖ നൽകുന്നു എന്ന് നമ്മൾ കരുതുക. എങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ ഒരു പ്രവൃത്തി നല്ല പ്രവൃത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു, അയാൾ പ്രയാസങ്ങളില്ലാതെയാക്കുന്നു, അയാൾക്ക് ഭക്ഷണം നൽകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല കർമ്മമായിട്ടാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ ഇയാൾ സദഖ ചെയ്യുന്നത് അല്ലെങ്കിൽ ദാനം നൽകുന്നത് ഈ വ്യക്തി തനിക്ക് ഏതെങ്കിലും നിലക്ക് പിന്നീട് ഉപകാരപ്പെടണം എന്ന ഒരു നിയ്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഒരു ആദർശത്തിലേക്ക്, ഞാൻ വിചാരിച്ച ഒരു ആദർശത്തിലേക്ക് ഇയാൾ കടന്നു വരണം, അല്ലെങ്കിൽ ഇയാൾ എന്റെ പ്രസ്ഥാനത്തിന്റെ വക്താവായി തീരണം, ഇയാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി തീരണം എന്നിത്യാദി ഭൗതികമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ സദഖ ചെയ്യുന്നതെങ്കിലോ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചാൽ നമ്മൾ പറയും അതൊരു മോശമായ പ്രവൃത്തിയായി പോയി അയാൾ ചെയ്തത് എന്ന്. അയാൾ അങ്ങനെ ഒരു നിയ്യത്തിലാണ്, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ആ സദഖ ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയും, മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും പോലും ഒരുപക്ഷെ പറയും അത് അയാൾ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ അയാൾ ദാനം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസിന്റെ ഒന്നാമത്തെ പാർട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, ഒരു പ്രവൃത്തി അത് നല്ലതാണ് എന്ന് അതിന്റെ ബാഹ്യമായ അടയാളം കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടുകയില്ല, പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ അടുക്കൽ. മറിച്ച് ഒരു പ്രവൃത്തി നല്ല പ്രവൃത്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതൊരു നല്ല പ്രവൃത്തിയായി അംഗീകരിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ചാകുന്നു. അതുകൊണ്ട് നിയ്യത്തിന്റെ
ഒരാൾ നല്ല ഉദ്ദേശത്തിലാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖൈർ നൽകും. അതല്ല മോശമായ ഒരു നിയ്യത്തിലാണ് അയാൾ പ്രവർത്തിക്കുന്നതെങ്കിലോ ഈ ലോകത്തും പരലോകത്തും അതിന്റെ തിക്തഫലം അയാൾ അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് അത് അറിയാൻ സാധിച്ചെന്ന് വരാം, അറിയാൻ സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മക്ക് തത്തുല്യമായ പ്രതിഫലമാണ് നൽകുക. ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ഒരു തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ മറ്റൊരു തിന്മയാണ്. അതുകൊണ്ട് തന്നെ ശരിയായ നിയ്യത്തോടു കൂടിയല്ലാത്ത ഒരു അമല് അത് നമ്മൾ എന്തൊക്കെ നന്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാലും ഒരു പക്ഷേ അത് നമുക്ക് നന്മയായി വരികയില്ല. ഈ ലോകത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നാലും മറ്റൊരു നിലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടും. പരലോകത്ത് അതിന് തക്കതായ ശിക്ഷ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ ഇസ്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളിൽ നിന്ന്, മുവഹിദുകളായ ആളുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശുദ്ധമായ പരിശുദ്ധമായ പ്രവർത്തനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ആളുകൾക്കും അവർ എന്താണോ ഉദ്ദേശിച്ചത് അതിന് തത്തുല്യമായ പ്രതിഫലം മാത്രമേ ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ ലഭിക്കുകയുള്ളൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ലവനാണ്. അതുകൊണ്ട് തന്നെ നല്ലതല്ലാത്തതൊന്നും, കലർപ്പുള്ള ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ചതിയും വഞ്ചനയും ഉള്ളതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നല്ലതല്ലാത്ത നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഈ മഹത്തായ ആശയം നൽകുന്ന ഒരു ഹദീസാണ് നേരത്തെ പറയപ്പെട്ട ഹദീസ് എന്നതിനാൽ തന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹാദൽ ഹദീസു സുലുസുൽ ഇൽം, അറിവിന്റെ വിജ്ഞാനത്തിന്റെ മൂന്നിൽ ഒന്നാണ് ഈ ഹദീസ് എന്നാണ്. നമ്മൾ ഫദ്ലുൽ ഇൽമാണല്ലോ പഠിക്കുന്നത്. ഇൽമിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മതപരമായ വിജ്ഞാനം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ആഴത്തിലും പരപ്പിലും ശരീഅത്തിലെ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നു. ഈ വിജ്ഞാനങ്ങളെ എല്ലാം മൂന്നാക്കി തിരിച്ചാൽ അതിന്റെ ഒരു പാർട്ട് അതാകുന്നു ഈ ഹദീസ് എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഉസൂലുൽ ഇസ്ലാമി അലാ സലാസത്തി അഹാദീസ്. ഇസ്ലാമിന്റെ ഉസൂൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അത് 3 ഹദീസിലാണുള്ളത്. അതിൽ ഒന്ന് ഹദീസ് ഉമറിന്റെ ഹദീസ് എന്നറിയപ്പെടുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസാണ്. രണ്ടാമത്തത് ഹദീസ് ആയിഷ അഥവാ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന ഹദീസാണ് റളിയല്ലാഹു തആല അൻഹ. മൂന്നാമത്തെ ഹദീസ് ഹദീസ് നുഅ്മാൻ ഇബ്നു ബശീർ ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് എന്ന് തുടങ്ങുന്ന ഹദീസ്. ഈ 3 ഹദീസുകളാണ് ഉസൂലുൽ ഇസ്ലാം എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയും അതിൽ ഒന്നാമതായി അദ്ദേഹം നിയ്യത്തിന്റെ ഹദീസ്, നമ്മുടെ ഉദ്ദേശം നന്നാക്കി തീർക്കണം എന്ന ഹദീസ് നൽകുകയും ചെയ്തു. മഹാനായ ഇമാം അബൂ ദാവൂദ് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഏകദേശം 5 ലക്ഷത്തോളം ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. 5 ലക്ഷത്തോളം ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. അതിൽ നിന്ന് ഞാൻ 4000-ലധികം ഹദീസുകൾ എന്റെ മുസ്നദിൽ ഞാൻ രേഖപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ് സുമ്മ നദർതു, പിന്നീട് ഞാൻ അതിലേക്ക് നോക്കി, ഈ 4000-ലധികം വരുന്ന ഹദീസിലേക്ക് ഞാൻ നോക്കി. ഫഇദാ മദാഉൽ 4000 ഹദീസിൻ അലാ 4 ഹദീസിൻ. ഈ 4000 ഹദീസുകളെല്ലാം തന്നെ 4 ഹദീസുകളിൽ പടുക്കപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അതിൽ ഒന്നാമത്തെ ഹദീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന ഹദീസാണ് എന്ന് ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇത്
പരലോകത്തിലെയും നമ്മളുടെ വിജയത്തെയും ഈ ഹദീസിന്റെ ആശയമാണ്. യഥാർത്ഥത്തിൽ പറയപ്പെടുന്ന പണ്ഡിതൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ സമകാലീനനായ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു, നിയ്യത്തിനെ സംബന്ധിച്ച് കൈഫ നിയ്യ, എന്താണ് നിയ്യത്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത്? അദ്ദേഹം പറഞ്ഞു, ഖാല യുആലിജു നഫ്സഹു ഇദാ അറാദ അമലൻ ലാ യുരീദു ബിഹി അന്നാസ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു അമൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, അതല്ലെങ്കിൽ ദീനീപരമായ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കലാകട്ടെ, അല്ലെങ്കിൽ അത് പഠിക്കലാകട്ടെ, ദഅവത്തിന്റെ രംഗത്താകട്ടെ, നമ്മൾ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാകട്ടെ, ഒരാൾക്ക് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലാകട്ടെ, മാന്യമായ നിലക്ക് സംവാദം നടത്താൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലാകട്ടെ, അങ്ങനെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലാകട്ടെ, മതപരമായ ഒരു ഇൽമ്, ഒരു പ്രവൃത്തി, ഒരു അമൽ, അത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോ ജനങ്ങളുടെ ശ്രദ്ധ അത് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്താൽ അതാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത്. അപ്രകാരമാണ് നമ്മൾ നിയ്യത്തിനെ ശരിയാക്കേണ്ടത്. ഏത് സംഗതികൾ ചെയ്യുന്ന സന്ദർഭത്തിലും നമ്മൾ നമ്മളുടെ നിയ്യത്ത് ശരിയാക്കി തീർക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്ത ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അണുമണി തൂക്കം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രതിഫലവും ലഭിക്കും. ഇത് ഈ അമൽ എന്നത് യഥാർത്ഥത്തിൽ ബാഹ്യമായ നമ്മളുടെ ശരീരം കൊണ്ടുള്ള അമൽ മാത്രമല്ല, മറിച്ച് നമ്മളുടെ ഹൃദയത്തിന്റെ അമൽ. അതാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത്. നിയ്യത്ത് എന്നത് അമലുൽ ഖൽബ്, ഹൃദയത്തിന്റെ അമലാണ്. ഈ അമലിലും ഉണ്ടാകുന്ന ചീത്തയായ വിചാരങ്ങൾ, ചീത്തയായ സംഗതികൾ, അത് നമുക്ക് ശിക്ഷയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന വചനം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും ഓരോ നിസ്സാര വിഷയത്തിലും, സഹോദരങ്ങളെ, എന്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ കുറവ് കൂടുതൽ അതൊന്നും ചർച്ച ചെയ്യണം. അത് എന്റെ ക്ലാസ്സിലുള്ള ശ്രദ്ധയെ തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിൽ എന്റെ ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ കമന്റുകളൊന്നും അടിക്കേണ്ടതില്ല. അതല്ല, തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കാം. ഓക്കെ, ശരി. അപ്പൊ സുഹൃത്തുക്കളെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്നത് പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ നമ്മളുടെ ശരീരത്തിന്റെ ബാഹ്യമായ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് അത് ഹൃദയത്തിന്റെ കൂടി നമ്മൾ പരിഗണിക്കണം. മിസ്ഖാല ദർറത്ത്, ഒരു ആറ്റത്തിന്റെ അത്രയും നമ്മളുടെ നിയ്യത്തിൽ കളങ്കം വന്നാൽ, ഭൗതികമായ ഒരു നേട്ടം നമ്മൾ ഉദ്ദേശിച്ചാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരാളെ തോൽപ്പിക്കുക, ഒരാളെ പരാജയപ്പെടുത്തുക, ഒരാളെ പരിഹസിക്കുക, ഒരാളെ കളിയാക്കുക, ഒരാളെ തരം താഴ്ത്തുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ലതല്ലാത്ത നിയ്യത്തുകളുണ്ടല്ലോ. ഈ നല്ലതല്ലാത്ത നിയ്യത്തുകളൊക്കെ അണുമണി തൂക്കം വന്നാൽ, മിസ്ഖാലു ദർറത്ത് വന്നാൽ തന്നെ നമ്മളുടെ ആ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും നമ്മളുടെ നിയ്യത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 152-ാമത്തെ വചനം, മിൻകും മൻ യുരീദു ദുനിയ വമിൻകും, ദുനിയാവ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർ യുരീദുൽ ആഖിറ, അവർ ആഖിറത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും ആഖിറത്ത് മാത്രമേ ഉദ്ദേശിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സൂറത്തുൽ അൻഫാലിലെ 67-ാമത്തെ വചനം, സൂറത്തുൽ അൻഫാലിലെ 67-ാമത്തെ വചനത്തിൽ കാണാം, തുരീദൂന അറദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾക്ക് ഈ ഐഹിക ജീവിതത്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ആഖിറത്താണ്. നിങ്ങൾക്ക് ആഖിറത്ത് ലഭിക്കണം, പരലോകം ലഭിക്കണം,
പടച്ചിറപ്പ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നമ്മളുടെ ചിന്ത അതായിത്തീരണമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത് എന്ന് ഞാൻ സ്വന്തം നഫ്സിനെയും അതുപോലെ തന്നെ എന്റെ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ജനങ്ങൾ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ തന്നെ ആദർശബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിലൊക്കെ പലപ്പോഴും ദുനിയവിയായ ചിന്തകൾ അവരെ പിടികൂടുന്നത് കാണാം. അഥവാ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നിടത്തിലും ആദർശ ബന്ധുക്കളെ സ്വീകരിക്കുന്നിടത്തിലുമൊക്കെ ദുനിയാവ് ലക്ഷ്യമാക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ചും തൗഹീദിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ദഅ്വ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ പലപ്പോഴും ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത്, കൂടുതൽ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് ദുനിയാവിലുള്ള സ്വാധീനവും, അല്ലെങ്കിൽ ഇന്നാളുമായി ഞാൻ ബന്ധപ്പെട്ടാൽ എനിക്ക് ദുനിയവിയായി എത്ര സ്വാധീനം ലഭിക്കും എന്ന കാര്യമാണ്. ഇത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ് എന്ന് മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ താക്കീത് നൽകിയ ഒരു വിഷയമാണ് അത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 52-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ആട്ടി അകറ്റരുത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ പലരും അടിമകൾ, പാവപ്പെട്ട ആളുകൾ, മർദ്ദിതർ, പീഡിതർ, അങ്ങനെ പണവും സ്വാധീനവും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകളാണ്. എന്നാൽ അറേബ്യയിലുണ്ടായിരുന്ന ആഢ്യന്മാരായ ആളുകൾക്ക്, പണക്കാരായ ആളുകൾക്ക് അവരോട് പുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെയൊക്കെ നിന്റെ സന്നിധിയിൽ നിന്ന് ആട്ടി ഓടിച്ചാൽ പണക്കാരായ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലുണ്ടായിരുന്ന ചില ആളുകൾ, ചില പണക്കാരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പ്രമാണിമാരാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ സാധുക്കളായ ആളുകളെയൊക്കെ നീ ഒഴിവാക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഹമ്മദ് നബിയെ, താങ്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആളുകളെ പണത്തിന്റെ പേരിലല്ല താങ്കൾ വിലയിരുത്തേണ്ടത്, മറിച്ച് അവരുടെ തഖ്വയും അവരുടെ ഇഖ്ലാസും അവരുടെ നല്ലതായ ചിന്തകളും അതാണ് പരിഗണിക്കപ്പെടേണ്ടത്. അതല്ലാതെ പണമല്ല, സ്വാധീനമല്ല, നാട്ടിലുള്ള സ്വാധീനമല്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പരിപാടികളല്ല, ദുനിയാവിന്റെ ഏതെങ്കിലും നിലക്കുള്ള നേട്ടങ്ങളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിക്കുന്ന അവർ സാധുക്കളാകട്ടെ, അതല്ല അവരുടെ കൂട്ടത്തിൽ പണക്കാരുണ്ടോ, അവർ ആത്മാർത്ഥതയുള്ളവരാണോ, ആരുമാകട്ടെ, മാനദണ്ഡം പണമല്ല, മാനദണ്ഡം പ്രമാണിത്തമല്ല, മാനദണ്ഡം ആഭ്യന്തരമല്ല, മറിച്ച് അല്ലാഹുവിനെയുള്ള ഭയവും ആത്മാർത്ഥതയും ഇഖ്ലാസും ആദർശത്തോടുള്ള സ്നേഹവും കൂറും ഇതാണ് പരിഗണിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുഴുകി കഴിയുന്ന പാവങ്ങളായ ആളുകൾ, ഈ പാവങ്ങളായ ആളുകളെ നബിയെ താങ്കൾ ഒരിക്കലും മാറ്റി അകറ്റരുത്. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ വമാ മിൻ ഹിസാബിക
അല്ലെങ്കിൽ അവരുടെ കണക്ക് നോക്കാൻ താങ്കളെയും താങ്കളുടെ കണക്ക് നോക്കാൻ അവരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുന്നു. അഥവാ ആരാണ് പാവപ്പെട്ടവർ, ആരാണ് ആത്മാർത്ഥതയുള്ളവർ, അല്ലെങ്കിൽ ആരാണ് പണക്കാർ എന്നിങ്ങനെ നോക്കാൻ നബിയെ താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാവങ്ങളെ ആട്ടി അകറ്റരുത്. നീ അവരെ ആട്ടി അകറ്റിയാൽ തീർച്ചയായും താങ്കൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുക. അഥവാ പ്രവാചകൻ പോലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ പാവപ്പെട്ട ആളുകളെ മാറ്റി റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ആളുകളെ ഒക്കെ മാറ്റി നിർത്തി പണക്കാരായ ആളുകളെ സ്വീകരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ അക്രമങ്ങളിൽ പെട്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. ഇതേ ആശയം തന്നെ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ വാചകത്തിൽ നമുക്ക് കാണാം. അവിടെ ഒരല്പം കൂടി കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയ്യി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയേ, വസ്ബിർ നഫ്സക, താങ്കളുടെ നഫ്സിനെ താങ്കൾ ക്ഷമയോടുകൂടി പിടിച്ചു നിർത്തണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയ്യി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് രാവിലെയും വൈകുന്നേരവുമെല്ലാം ഇബാദത്തുകളിൽ മുഴുകിക്കഴിയുന്ന ആ സാധുക്കളായ പാവപ്പെട്ട ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള നല്ല ലക്ഷ്യമുള്ള ആ ആളുകളുടെ കൂടെ താങ്കൾ ക്ഷമാലുവായി നിലകൊള്ളണം. കുറെ കഴിയുമ്പോൾ താങ്കൾക്ക് ക്ഷമകേട് തോന്നരുത്. എന്റെ കൂടെ പാവപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ, പണക്കാരൊന്നും ഇല്ലല്ലോ എന്ന് നബിയെ താങ്കൾക്ക് തോന്നാൻ പാടില്ല. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ. ഈ ഐഹിക ജീവിതത്തിന്റെ പണവളപ്പ്, ആളുകളുടെ അടുക്കലുള്ള പണം, ആ പണം കൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിന്റെയൊക്കെ മനോഹാരിത നബിയെ താങ്കളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ധാരാളം ആളുകൾക്ക് പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ കൂടുതലായി ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവോ? ദുനിയാവിന്റെ പളവളപ്പുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുവോ? ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും അത്തരത്തിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ? ദുനിയാവിന്റെ അലങ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എത്ര കണ്ട് അതിനെ മനോഹരമാക്കാം എന്നതിലേക്കാണോ നമ്മളുടെ ചിന്ത? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ദഅവത്തിന്റെ രംഗത്ത് ആളുകൾക്ക് ചിലപ്പോൾ വലിയ വലിയ ചില സംരംഭങ്ങൾ, അത്തരം സംരംഭങ്ങൾക്ക് വലിയ പണം ആവശ്യമായി വരും. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇത്രയും പണം നമുക്ക് എവിടുന്ന് ലഭിക്കും? അപ്പോൾ അവർ നാട്ടിലെ പ്രമാണിമാരെ അവർക്ക് ഓർമ്മയാകും. അപ്പോൾ ആ പ്രമാണിമാരുടെ പണം കിട്ടാൻ വേണ്ടി ആ ആളുകളെ ഇതിന്റെ കൂടെ കൂട്ടും. അപ്പൊ പിന്നെ അവരെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകുകയും ചെയ്യും. അവസാനം അറിവില്ലാത്ത, വിവരമില്ലാത്ത ഇതുപോലെയുള്ള ആളുകൾ മഹത്തായ ആദർശ പ്രസ്ഥാനങ്ങളെയും പണ്ഡിതന്മാരെയും നിയന്ത്രിച്ച് ആ പ്രസ്ഥാനത്തെ ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് എമ്പാടുമാണ്. അതുകൊണ്ട് തന്നെ ദീനീ രംഗത്ത് ഇഖ്ലാസിനും ആത്മാർത്ഥതക്കും വിജ്ഞാനത്തിനും നമ്മൾ പ്രാധാന്യം നൽകുക. അതിനപ്പുറത്തുള്ള പളവളപ്പുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെയുള്ള സംവിധാനം നൽകുകയും അല്ലാഹു ആ നിലക്ക് നമുക്ക് ദുനിയവിയായ നിഅമത്തുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദർശമുള്ള, വിജ്ഞാനമുള്ള, വിവരമുള്ള, ഇഖ്ലാസുള്ള ആളുകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജാഹിദായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സന്ദർഭത്തിൽ ആദർശബദ്ധമോ ആദർശപരമായ വിജ്ഞാനമോ ഒരാളുടെ അറിവോ ഒന്നും പരിഗണിക്കാതെ അയാളുടെ കയ്യിലുള്ള പണവും അയാളുടെ സ്വാധീനവും മാത്രം ശ്രദ്ധിച്ചാൽ അത് അപകടകരമായ ഒരു പരിണിത ഫലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദഅവത്തിന്റെ
لمن كان يرجو الله واليوم الآخر وذكر الله كثيرا എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നബിയെ സംബന്ധിച്ചാണോ പറഞ്ഞത് ആ പ്രവാചകനോടാണ് അല്ലാഹു പറയുന്നത് വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ ദുനിയാവിന്റെ അലങ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളിൽ നിന്ന് കണ്ണ് താങ്കൾ തിരിച്ചു കളയരുത് വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിൽ കവിഞ്ഞതായിരിക്കുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത് അഥവാ തന്നിഷ്ടത്തെ പിൻപറ്റുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഇഖ്ലാസില്ലാത്ത ദുനിയാവിന്റെ പ്രാധാന്യം നൽകുന്ന ആളുകൾ അപ്പോൾ അത്തരം ആളുകളെ പിൻപറ്റുക അത്തരം ആളുകളെ അനുസരിക്കുക അത്തരം ആളുകളുടെ തീരുമാനമനുസരിച്ച് ഒരു മത നേതാവ് ഒരു മതപണ്ഡിതൻ ഒരു പ്രബോധകൻ ഒരു പ്രബോധക വിഭാഗം ഒരു പ്രബോധനം ചെയ്യുന്ന സംഘടന പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ അകവും പുറവും അറിയുന്ന നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന നമ്മുടെ വിജയവും പരാജയവും അറിയുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ ഒരു തത്വം നമ്മളെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഇഖ്ലാസിന് പ്രാധാന്യം നൽകുക നിയ്യത്തിന് പ്രാധാന്യം നൽകുക ആത്മാർത്ഥതക്കും ആത്മാർത്ഥത ഉള്ള ആളുകൾക്കും പ്രാധാന്യം നൽകുക അതല്ലാതെ അല്ലാഹുവിന്റെ ശ്രദ്ധ വിട്ട് സ്വന്തം ഇച്ഛകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ആളുകളെയും അവരുടെ കൈകളിൽ കാണപ്പെടുന്ന ദുനിയാവിനെയും ഒരു മതപ്രവർത്തകൻ ഒരിക്കലും ലക്ഷ്യമാക്കുവാൻ പാടില്ല എന്ന മഹത്തായ തത്വമാണ് ഈ ഹദീസിലൂടെ ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ഇതിന് ഉപോത്ബലകമായ ഒരു ഹദീസ് കൂടി ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വചനങ്ങളും അതുപോലെ തന്നെ ഇത്തരം ഹദീസുകളും നമ്മളെ ചിന്തിക്കുവാൻ പുനർവിചിന്തനം നടത്തുവാൻ നമ്മളുടെ നിലപാടുകൾ നന്നാക്കി തീർക്കുവാൻ നമ്മളെ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും കാണാതെ പഠിക്കുകയും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇത് ഓർക്കുകയും ചെയ്യണം അൻ മിസ്അബ് ഇബ്നു സഅദ് അൻ അബീഹി അന്നഹു വന്ന അന്ന ലഹു ഫضلا على من دونه من اصحاب النبي صلى الله عليه وسلم മിസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ് അഥവാ സഅദ് റളിയല്ലാഹു തആല അന്നഹു വന്ന അദ്ദേഹം വിചാരിച്ചിരുന്നു അന്ന ലഹു ഫضلا على من دونه മറ്റുള്ള ആളുകളെക്കാൾ ഒരൽപ്പം ഫضല് തനിക്കാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ മറ്റുള്ള ആളുകളെക്കാളൊക്കെ കുറച്ച് വലിയ ആളാണ് എനിക്ക് കുറച്ച് പരിഗണനകളൊക്കെ ലഭിക്കണം എന്നെ ആളുകൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ ചില ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു വിചാരം അത്തരത്തിലുള്ള ഒരു ചെറിയ ചിന്ത ഈ വ്യക്തിയെ പിടികൂടിയപ്പോൾ അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോൾ ഫഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുന്നത് ആര് കാരണത്താലാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രമാണിമാർ കാരണത്താലല്ല പിന്നെയോ ഈ ഉമ്മത്തിലെ ദുർബലരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് വഈഫുകളായ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട് അല്ലാഹുവിനോടുള്ള അവരുടെ ദഅവത്ത് പ്രാർത്ഥന വസലാത്തിഹിം അവരുടെ നമസ്കാരം അതുപോലെ തന്നെ വഇഖ്ലാസിഹിം അവരുടെ ഇഖ്ലാസ് അവരുടെ നിയ്യത്തിലെ ഇഖ്ലാസ് അവരുടെ നിയ്യത്തിലെ പരിശുദ്ധത ഇപ്രകാരം ദുർബലരായ വഈഫുകളായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഇഖ്ലാസ് കൊണ്ടുമാണ് ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത് ഈ ഹദീസ് നമുക്ക് പല ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സഹായിക്കും. ഈ ഉമ്മത്തിലെ ദുർബലരായ ആളുകളെ കൊണ്ട് ദഅവത്ത് ചെയ്യും, അവരുടെ ദഅവത്ത് കൊണ്ടും അതുപോലെ തന്നെ ഇഖ്ലാസിഹിം അവരുടെ ഇഖ്ലാസ് കൊണ്ടും അതുപോലെ തന്നെ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങൾ കൊണ്ടും. അപ്പൊ ഇഖ്ലാസ് കൊണ്ടാണ് ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത്. ഇഖ്ലാസ് ഇല്ലെങ്കിലോ ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുകയില്ല എന്ന വളരെ ഗൗരവം നിറഞ്ഞ ഒരു തത്വം എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ദുനിയവിയായ ഖൈറും പാരത്രിക ഖൈറും നമ്മുടെ നിയ്യത്തിലാണ്. നമ്മുടെ ദുആ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നമ്മളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്തിലെ എല്ലാ നേട്ടവും വിജയവും ഇഖ്ലാസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അനുഭവമുണ്ട്, നമ്മൾ പലതും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നിയ്യത്തിന്റെ ശുദ്ധത കൊണ്ടാണ്. എന്നാൽ പല ആളുകളും അഹോരാത്രം പല വിഷയത്തിലും പരിശ്രമിച്ചാലോ അത് വിജയിക്കാതെ പോകുന്നു. അതെന്തുകൊണ്ടാണ്? നിയ്യത്തിന്റെ മോശത്തരം കൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത് നിയ്യത്തിന്റെ ഖൈറ് കൊണ്ടാണ്, നിയ്യത്തിന്റെ പരിശുദ്ധത കൊണ്ടാണ്, ഇഖ്ലാസ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ആളുകളുടെ കൂടെ കൂടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാത്ത നിലക്ക് ദുനിയാവ് ആരുടെ കൈകളിലാണോ അവരുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന പ്രബോധകന്മാരും ദാഇമാരും ഉലമാക്കളും പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് മൂക്കുകൂട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇഖ്ലാസ് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ പരാജയമല്ലാതെ സംഭവിക്കുകയില്ല. ഒരു തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ തിന്മയാകുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ നിയ്യത്തിനെ ഓരോ സെക്കൻഡിലും ശരിയാക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസാഇലെ 4-ാം അധ്യായത്തിലെ 114-ാമത്തെ വചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ആ വചനം ഇങ്ങനെയാണ്: ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ കൂടിയാലോചനകളിൽ അധികവും യാതൊരു ഖൈറുമില്ലാത്ത കൂടിയാലോചനകളാണ്. അവരുടെ രഹസ്യാലോചനകൾ, അവർ കൂടിയിരിക്കുന്നത്, അവർ ചർച്ച ചെയ്യുന്നത് അതിൽ ബഹുഭൂരിപക്ഷത്തിലും എന്തില്ല? ഖൈറില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ ഒഴികെ, ഏതാണ് ആ വിഷയം? ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ഒരു സദഖ ചെയ്യുവാൻ വേണ്ടി കൂടിയാലോചിക്കുക. ഒരാളുടെ പ്രയാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഒരു വീട്ടുകാരുടെ പ്രയാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ, അങ്ങനെയുള്ള ഒരവസരത്തിൽ അതിനുവേണ്ടി കൂടിയാലോചിച്ചാൽ, അതിനുവേണ്ടി ഒരു വിഭാഗം മീറ്റിംഗ് കൂടിയാൽ അത് ഇതിൽ നിന്നും ഒഴിവാകും. അതുപോലെ തന്നെ ഔ മഅറൂഫിൻ, ഒരു സദാചാരം കൈക്കൊള്ളാൻ, നാട്ടിലൊരു നന്മ ഉണ്ടാക്കാൻ, ഒരു വീട്ടിൽ ഒരു നന്മയുണ്ടാക്കാൻ, ഒരു വ്യക്തിയിൽ ഒരു നന്മയുണ്ടാക്കാൻ, ഒരു രാജ്യത്ത് ഒരു നന്മയുണ്ടാക്കാൻ, അങ്ങനെ ഒരു നാട്ടിൽ നന്മയുണ്ടാക്കുവാൻ വേണ്ടി കൂടിയാലോചിക്കുക. യഥാർത്ഥത്തിൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, സംഘടന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ ആശയമാണ്. ഒരു നാട്ടിൽ എന്ത് ചെയ്യാൻ സാധിക്കും നന്മയായിക്കൊണ്ട്? ദഅവത്തിന്റെ രംഗത്തും ദീനീ രംഗത്തും മതപരമായ രംഗത്തുമൊക്കെ എങ്ങനെ നന്മയുണ്ടാക്കുവാൻ സാധിക്കും എന്ന് ശ്രദ്ധിക്കുക, അതിനുവേണ്ടി കൂടിയാലോചിക്കുക.
ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കുവാൻ വേണ്ടി കൂടിയാലോചനകൾ നടത്തുക. ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിൽ അത്തരം കൂടിയാലോചനകളിൽ നന്മയുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? നിങ്ങൾ സദഖ ചെയ്യുക എന്ന നന്മക്ക് വേണ്ടി കൂടിയിരുന്നാലും ശരി, നാട്ടിൽ ഒരു ദഅ്വാ പ്രവർത്തനം നടത്താനോ ഒരു നന്മയുണ്ടാക്കുവാനോ വേണ്ടി കൂടിയിരുന്നാലും ശരി, വ്യത്യസ്തരായ രണ്ട് വിഭാഗങ്ങളെ, രണ്ട് വ്യക്തികളെ, രണ്ട് കുടുംബങ്ങളെ ഒന്നാക്കാൻ വേണ്ടി കൂടിയിരുന്നാലും ശരി, ഈ പ്രവർത്തനമെല്ലാം ഖൈറായി തീരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇക്കാര്യം ചെയ്താൽ, അതാണ് കണ്ടീഷൻ. അല്ലാഹുവിന്റെ മർവാത്ത്, അല്ലാഹുവിന്റെ റിദ്വാൻ, അല്ലാഹുവിന്റെ റിള, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വമ്പിച്ചതായ പ്രതിഫലം നൽകുന്നതാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖയെ, അതുപോലെ തന്നെ സമൂഹത്തിൽ മഅറൂഫായ എല്ലാം, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും മഅറൂഫാണ്. അതുപോലെ തന്നെ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ നന്നാക്കി തീർക്കാൻ, പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ആളുകളെ നന്നാക്കാൻ, ഈ മൂന്ന് കാര്യങ്ങളും വളരെ മഹത്തരമായ കാര്യമാണ് എന്ന് നമുക്കറിയാലോ. പക്ഷേ അല്ലാഹു അതിൽ നിന്ന് ഖൈറിനെ കട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഖൈറില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. എന്താ ഖൈറില്ലാത്തതിനുള്ള കാരണം അറിയുമോ സഹോദരങ്ങളെ? അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല അവർ കൂടിയാലോചിക്കുന്നതെങ്കിൽ അതിലും ഖൈറില്ല എന്ന് ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. സദഖ വളരെ നല്ല കാര്യം തന്നെ, അതിനുവേണ്ടി കൂടിയാലോചിക്കലും നല്ല കാര്യം തന്നെ, ആളുകളെ കണ്ടെത്തി അത് നൽകലും നല്ല കാര്യം തന്നെ, സാമൂഹികമായി അതിന് വലിയ നന്മയുണ്ട്. പക്ഷേ അല്ലാഹു പറയാണ് അതിൽ ഖൈറില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റിദ്വാനല്ല ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ദഅ്വാ പ്രവർത്തനങ്ങൾ, തഅല്ലുമ്, തഅലീമുകൾ, എല്ലാ കാര്യങ്ങളും അതൊക്കെ നല്ലത് തന്നെ, അതുകൊണ്ട് ഖൈറുമുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ലഭിക്കാതെ പോകും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാത്തത് കൊണ്ട്. അതുപോലെ തന്നെ തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെ നന്നാക്കുക, ഇസ്ലാഹ് നടത്തുക, അത് എന്തുദ്ദേശത്തിലാണെങ്കിൽ അയാൾക്ക് ഖൈറുണ്ട്, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചത് ചെയ്യുകയാണെങ്കിൽ. അതല്ലാതെ തെറ്റി നിൽക്കുന്ന രണ്ട് വിഭാഗത്തെ ഒന്നാക്കുക. എന്തിനാണ്? എനിക്ക് മൂന്നാമതൊരു വിഭാഗത്തോട് ശത്രുതയുണ്ട്, ഞങ്ങൾ രണ്ടു കൂട്ടരും ഒന്നായാൽ ആ മൂന്നാം കക്ഷിയെ എതിർക്കാൻ കുറച്ച് ശക്തി കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ, അതല്ലെങ്കിൽ ദുനിയവിയായ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ഇവർ ഒന്നായാലുണ്ട്, വോട്ടുകൾ ചിതറിപ്പോവില്ല, രണ്ടു കൂട്ടരും ഒന്നായാൽ ഒരേ കേന്ദ്രത്തിൽ നിന്ന് കുറെ വോട്ടുകൾ കിട്ടും, അത് നമുക്ക് ഹൈറായി തീരും. ഇപ്രകാരം ജനങ്ങൾക്കിടയിൽ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത് ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാവുക, ഒരു മഅറൂഫിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാവുക, സദഖ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് പോലും ഈ നിലക്കുള്ള ദുനിയാവിന്റെ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് യാതൊരു നിലക്കും പ്രതിഫലം ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദഅവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നിയ്യത്ത് എത്ര കണ്ട് ശരിയാണ്, അല്ലെങ്കിൽ എത്ര കണ്ട് നമ്മളുടെ നിയ്യത്തിന്റെ പരിശുദ്ധതയുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ സൂറത്ത് ഹൂദിലെ 88-ാമത്തെ ആയത്തിൽ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു. ഞാൻ ഇസ്ലാഹ് അല്ലാതെ, നന്മ ഉണ്ടാക്കലല്ലാതെ യാതൊന്നും ഉദ്ദേശിക്കുന്നില്ല കൂട്ടരെ. എന്റെ നിയ്യത്ത് വളരെ ശരിയാണ്, എന്റെ റബ്ബിന്റെ തൗഫീഖ് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അല്ലാഹുവിൽ വരവേൽപ്പിക്കുകയും അവനിലേക്ക് വിനയപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളും ചിന്തിക്കുക, യഥാർത്ഥ ഇസ്ലാഹ്, ആ ഇസ്ലാഹ് ഉണ്ടാക്കാൻ
ദീന് പഠിപ്പിക്കുന്ന ആളുകളും അതുപോലുള്ള ആളുകളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആലിമീങ്ങളായ ആളുകളെ, അതല്ലെങ്കിൽ ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ, പണ്ഡിതന്മാരായ ആളുകളെ, ദാഇമാരായ ആളുകളെയൊക്കെ പലപ്പോഴും പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഭാഗിച്ചെടുത്തിരിക്കുക. ഇന്നെന്ന ആളുകൾ ഞങ്ങളുടെ പണ്ഡിതൻ, ഇന്നെന്ന ആളുകൾ ഇന്ന വിഭാഗത്തിന്റെ പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണ്ഡിതൻ എന്തു പറഞ്ഞാലും, ഞങ്ങളുടെ നേതാവ് എന്തു പറഞ്ഞാലും, ഞങ്ങളുടെ ദായി എന്തു പറഞ്ഞാലും അത് ഞങ്ങളെ പറ്റിയായിരിക്കില്ല, മറുകക്ഷിയെ കുറിച്ചായിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ചായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മളെ പല നല്ല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട് എന്ന് എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. പലപ്പോഴും നമ്മൾ പല ഹദീസുകളും പല ആയത്തുകളും, അത് മുസ്ലിം സമൂഹത്തോട് മൊത്തത്തിലാണ്, ആ ആയത്തുകളും ആ ഹദീസുകളും ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ മെമ്പർമാർക്കും ബാധകമാണ്. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനുണ്ട്, ഇത് എന്നെ കുറിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചായിരിക്കില്ല, ഇത് നമ്മളുടെ ഏതെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തെ സംബന്ധിച്ചായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് ഇസ്ലാമിന്റെ പല ഹൈറാത്തുകളും നഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളായ മുഅ്മിനുകളായ ഏതൊരാളെയും അഭിസംബോധന ചെയ്യും. എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ അമലുകൾ നിഷ്ഫലമായി പോവാതിരിക്കാൻ, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായും നമ്മളുടെ നിയ്യത്ത് ശരിയാക്കുവാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, യുഹ്ശറു നാസു അലാ നിയ്യാതിഹിം. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് നമ്മളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത്. നമ്മളുടെ നിയ്യത്ത് മോശമാണെങ്കിൽ പരാജയം സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മളുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. ഉഹുദ് പർവ്വതത്തോളം, അതല്ല തിഹാമ പർവ്വതത്തോളം, അല്ല അതിനേക്കാൾ വലിയ പർവ്വതങ്ങളോളം പുണ്യവുമായി പരലോകത്ത് വരികയും എന്നാൽ അതെല്ലാം പാറിപ്പറക്കുന്ന ധൂളികളായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തെ കുറിച്ച് ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയ്യത്ത് നിയ്യത്ത് നിയ്യത്ത്, അതാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമുക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ അമലുകൾ വേണമെന്നില്ല, ചെറിയ അമലുകളാണെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് അതിന് വമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭാര്യയുടെ വായിൽ ഒരു ചെറിയ ഭക്ഷണത്തിന്റെ വല്ലതും വെച്ചു കൊടുക്കുന്നത് പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിന് പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, എത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. അവരുടെ സ്വന്തം ഇണയുടെ വായിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചു കൊടുക്കുക, ഒരു മധുര പലഹാരം വെച്ചു കൊടുക്കുക, അത് അല്ലാഹുവിന്റെ
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിയ്യത്താണ് പ്രധാനം. നമ്മളുടെ ഉദ്ദേശ ശുദ്ധിയാണ് പ്രധാനം. അത് എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യഹ്യ ഇബ്നു അബീ കസീർ എന്നറിയപ്പെടുന്ന താബീഈങ്ങളിൽപ്പെട്ട, ചെറിയ താബീഈങ്ങളിൽ സിഗാറുകളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം, തഅല്ലമു അൻ-നിയ്യ, നിങ്ങൾ നിയ്യത്ത് ശരിക്കും പഠിക്കണം, നിയ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. നിയ്യത്തുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. അതിന്റെ തഫ്സീറുകളൊക്കെ നിങ്ങൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് വന്ന മഹാന്മാരായ ആളുകളുടെ അഖ്വാലുകൾ, ഖൗലുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഫഇന്നഹാ അബ്ലഗു മിനൽ അമൽ, ഏറ്റവും കൂടുതൽ അമൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ഹൃദയം കൊണ്ടാണ്. ഹൃദയമാണല്ലോ പ്രധാനം. എല്ലാ അമലിലും ഹൃദയം മുന്തിക്കണം, എല്ലാ അമലിലും നിയ്യത്ത് മുന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള അമല് ഖൽബിന്റെ അമലായ നിയ്യത്താണ്. ഖൽബിന്റെ അമലായ നിയ്യത്താണ്, ഇഖ്ലാസാണ് ഏറ്റവും വലിയ അമൽ. അതുകൊണ്ട് തഅല്ലമു അൻ-നിയ്യ, നിങ്ങൾ നിയ്യത്ത് പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മറ്റുള്ളവരെ എപ്പോഴും ഓർമ്മപ്പെടുത്തണം. എന്തിനാണത്? നമ്മളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, നമ്മൾ പാപ്പരായി പോവാതിരിക്കാൻ, പ്രവർത്തിച്ചിട്ട് നഷ്ടം സംഭവിച്ച ആളുകളിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടു പോവാതിരിക്കാൻ നമ്മളും എന്ത് ചെയ്യുക? ഈ മഹാനായ പണ്ഡിതന്റെ ആഹ്വാനം സ്വീകരിച്ച്, പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും ആഹ്വാനം സ്വീകരിച്ച് നമ്മൾ നിയ്യത്തിന്റെ നാനാവശങ്ങളെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും നമ്മളത് പ്രാവർത്തികമാക്കുക. തഅല്ലമു അൻ-നിയ്യ ഫഇന്നഹാ അബ്ലഗു മിനൽ അമൽ, ഏറ്റവും കൂടുതലുള്ള അമൽ അത് യഥാർത്ഥത്തിൽ നിയ്യത്താവുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാനായ സുഫിയാനു സൗരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലയ്യ. മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എന്റെ നിയ്യത്തിനോട് ഏറ്റുമുട്ടിയതുപോലെ ഇത്രയും കഠിനമായ ഒരു ഏറ്റുമുട്ടൽ എനിക്ക് മറ്റൊന്നിനോടും നടത്തേണ്ടി വന്നിട്ടില്ല. ആലജ എന്ന വാക്കിന് ചികിത്സിക്കുക എന്നും ഏറ്റുമുട്ടുക എന്നർത്ഥമുണ്ട്. രണ്ടർത്ഥമാണെങ്കിലും ഇവിടെ ശരിയാണ്. നമ്മളുടെ ഹൃദയത്തെ എപ്പോഴും നമ്മൾ വിധേയമാക്കേണ്ട ഒരു ചികിത്സയാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന്. ഓരോ സെക്കൻഡിലും, നേരത്തെ പറഞ്ഞല്ലോ, അണുമണി തൂക്കം ഷർറുണ്ടായാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ നിയ്യത്തിൽ അണുമണി തൂക്കം പോലും ഷർറുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സദാസമയവും നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യനില, ഹൃദയത്തിന്റെ ആരോഗ്യം യഥാർത്ഥത്തിൽ നല്ല നിയ്യത്താണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യനില നമ്മൾ എപ്പോഴും ഏതൊരു ഇബാദത്തുകൾക്കും ഏതൊരു കർമ്മങ്ങൾക്കും മുതിരുമ്പോ നമ്മളുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പല മഹാന്മാരായ പണ്ഡിതന്മാരും അവർ ഒരു നന്മ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും, ഒരല്പം അവരവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ എന്റെ നിയ്യത്ത് ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് വരാം. മഹാനായ ഒരു പണ്ഡിതനോട് നമുക്ക് ജനാസ നമസ്കരിക്കാൻ പോകാമല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അഥവാ ഞാൻ ഒരല്പം നിൽക്കാൻ നീ ആവശ്യപ്പെടുന്നത് പോലെ. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ നിയ്യത്തൊന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. അങ്ങനെ അദ്ദേഹം തന്റെ ഹൃദയത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ അവർ ആ ജനാസയ്ക്ക് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. നോക്കൂ, ഒരു അമല് ചെയ്യുന്നതിന് മുമ്പ് തന്റെ ഹൃദയത്തിന്റെ ശുദ്ധതയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ് മഹാന്മാരായ ആളുകൾ. കാരണം ഞാൻ എത്രയെത്ര നമസ്കരിച്ചാലും നോമ്പ് തോറ്റാലും നന്മ ചെയ്താലും ഹൃദയത്തിന്റെ ആ ശുദ്ധി നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ലല്ലോ എന്നതാണ്. അതുകൊണ്ടാണ് സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലയ്യ. കാരണം ഈ നിയ്യത്ത് എപ്പോഴും മാറി മറഞ്ഞുകൊണ്ടിരിക്കും. നിയ്യത്ത്, ഹൃദയത്തിന്റെ ചിന്തകൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കും. വളരെ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു വിഷയം, അത് ചെയ്യാൻ നേരം നമ്മളുടെ മനസ്സിലേക്ക് തെറ്റായ ഒരു ചിന്ത ചിലപ്പോൾ കടന്നു വന്നേക്കാം. അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായി നമ്മൾ ആരംഭിച്ച ഒരു വിഷയം പ്രവർത്തന മധ്യേ നമ്മളുടെ നിയ്യത്ത് മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നല്ല നിയ്യത്തിലായിരുന്നു, തുടങ്ങിയപ്പോഴും നല്ല നിയ്യത്തിലായിരുന്നു. എന്നാൽ ആ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അറിയാതെ ഇത് ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ജനങ്ങൾ ഈ വിഷയം അറിഞ്ഞ് എന്നെ പ്രശംസിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെ നിയ്യത്ത് എപ്പോഴും മാറി മറയാം. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ
ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും നല്ല നെയ്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർ അവരെ സംബന്ധിച്ച് സദാ ബോധവാന്മാരായിരുന്നു. അക്കാര്യം അവർ നമ്മളെ ഉണർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വചനമാണല്ലോ നമ്മൾ ശർഹ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അദ്ദേഹവും ഒരിക്കൽ പറയുകയുണ്ടായി, റബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു അന്നിയ്യ വറബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു അന്നിയ്യ. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് കൊണ്ട് വലുതായി തീരുന്നത്, എത്രയെത്ര വലിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് കൊണ്ട് ചെറുതായി പോവുകയും ചെയ്യുന്നത്. അപ്പൊ നിയ്യത്ത് കൊണ്ട് ചിലപ്പോ ചെറിയ അമലുകൾ വലുതായി തീരും, വലിയ അമലുകൾ ചെറിയതായി തീരുകയും ചെയ്യും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തൗഹീദിന്റെ ആളുകളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു നിലക്കും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. എന്നാൽ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഇനം മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ്, നേർച്ചകൾ നേരലാണ്, വഴിപാടുകൾ അർപ്പിക്കലാണ്, ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ ഞാൻ ശിർക്കിൽ നിന്ന് മുക്തനായി, അതിനപ്പുറത്ത് വേറെ ഒരു ശിർക്കില്ല എന്ന് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും ശിർക്കിന്റെ പല ഇനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ശിർക്കുൻ അക്ബർ നമുക്ക് കാണാം, ശിർക്കുൻ അസ്ഗർ നമുക്ക് കാണാം, അതുപോലെ തന്നെ ശിർക്കുൻ ഖഫി നമുക്ക് കാണാൻ സാധിക്കും. ശിർക്കുൻ ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായ ശിർക്ക്. അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി തന്നെ, ഒരു നിലക്കുമുള്ള ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാത്ത ഒരു വ്യക്തി തന്നെ തന്റെ അമലിൽ മറ്റൊരാളുടെ ശ്രദ്ധ ആഗ്രഹിക്കുക, മറ്റൊരാളുടെ പ്രശംസ ആഗ്രഹിക്കുക, തന്നെ കുറിച്ച് അറിയപ്പെടണം, പറയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ, അതും വളരെ ഗൗരവമർഹിക്കുന്ന വിഷയമാണ്. ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ്, ജാഅ റജുലുൻ ഇലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അർറജുലു യുഖാതിലു ലിൽ മഗ്നം. ഒരു വ്യക്തി ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യും. വറജുലു യുഖാതിലു ലിദ്ദിക്ർ. വേറെ ഒരാൾ യുദ്ധം ചെയ്യുന്നത് പ്രശംസ കിട്ടാൻ വേണ്ടിയാണ്, അറിയപ്പെടാൻ വേണ്ടിയാണ്. വറജുലു യുഖാതിലു ലിയുറാ മകാനുഹു. വേറൊരു വ്യക്തി തന്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടി, തന്റെ ധൈര്യം കാണിക്കാൻ വേണ്ടി, തന്റെ തന്റേടം കാണിക്കാൻ വേണ്ടി മറ്റൊരാളും യുദ്ധം ചെയ്യുന്നു. ഫമൻ ഫീ സബീലില്ലാഹ്. ഈ മൂന്ന് വിഭാഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം ഏതാണ് റസൂലേ എന്ന് പ്രവാചകനോട് ഈ വന്ന വ്യക്തി ചോദിക്കുകയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഗനീമത്ത് സ്വത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം. മറ്റൊന്ന്, പ്രശംസ കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യാം. വേറൊന്ന്, തന്റെ ധൈര്യവും തന്റേടവും കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക. ഇതിൽ ഏതാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖാല മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ കലിമത്ത് ഉയരണം എന്നാഗ്രഹിച്ച് ആരാണോ യുദ്ധം ചെയ്യുന്നത് അതാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇതല്ലാത്ത ഒന്നും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളതായി പരിഗണിക്കപ്പെടൂല. അറിയപ്പെടാൻ വേണ്ടിയോ, അതൊരു വ്യക്തി മാത്രമല്ല, ഒരു പ്രസ്ഥാനം വിചാരിക്കുകയാണ് എന്റെ പ്രസ്ഥാനം അറിയപ്പെടണം, നാട്ടിലെ ഏറ്റവും നല്ല പ്രസ്ഥാനം ഞങ്ങളാണ് എന്ന് ജനങ്ങൾ പറയണം, ഈ രാജ്യത്തിലുള്ള ആളുകളൊക്കെ ഞങ്ങളെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളണം. ഇങ്ങനെ പ്രസ്ഥാനത്തിന്റെ പേരാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രസ്ഥാനം നല്ലൊരു പ്രസ്ഥാനമാണ്, ഞങ്ങൾ ചെയ്യുന്നത് പോലെ വേറെ ആരും ചെയ്യാറില്ല, എല്ലാത്തിലും ഞങ്ങളാണ് മുമ്പിൽ നടക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ പറയണം. ആളുകളുടെ ആ നിലക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കണം എന്നാണ്. അതൊരു വ്യക്തി വിചാരിച്ചാലും ശരി, ഒരു ഗ്രൂപ്പ് വിചാരിച്ചാലും ശരി, ഒരു വിഭാഗം വിചാരിച്ചാലും ശരി, ഒരു കമ്മിറ്റി തീരുമാനിച്ചാലും ശരി, ആരാണെങ്കിലും ശരി, അവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അത് അല്ലാഹുവിന്റെ മാർഗത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ മറുപടി, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി
ഇസ്ലാം. അതിന് ഉയർച്ച വേണം. ഞാൻ വളർന്നാലും ശരി, ഞാൻ തളർന്നാലും ശരി, ഞാൻ പരാജയപ്പെട്ടാലും ശരി, ഞാൻ വിജയിച്ചാലും ശരി, ഞാനല്ല വിഷയം, ഞങ്ങളല്ല വിഷയം, എന്റെതല്ല വിഷയം. അള്ളാഹുവിന്റെ ദീന്, അതിന് കോട്ടം തട്ടാൻ പാടില്ല. തൗഹീദിന് കോട്ടം തട്ടാൻ പാടില്ല. അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കണം. ശിർക്കും ബിദ്അത്തും പരാജയപ്പെടണം. തൗഹീദും സുന്നത്തും വിജയിക്കണം. എന്നിങ്ങനെയുള്ള നല്ല കറകളഞ്ഞ നീയത്തല്ലാതെ മറ്റു എല്ലാ നീയത്തുകളും, എല്ലാ വൈയക്തികമായ നീയത്തുകളും, വ്യക്തിപരമായ എല്ലാ ചിന്തകളും, അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറൊരു റിവായത്തിൽ, ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്, فإن أحدا يقاتل غضبا فإن أحدنا يقاتل غضبا. ചില ആളുകൾ ദേഷ്യം പിടിച്ച് യുദ്ധം ചെയ്യുന്നു. ويقاتل حمية, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വപരമായ, അതല്ലെങ്കിൽ വ്യക്തിപരമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ഹമിയ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇതിൽ ഏതാണ് റസൂലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ? വേറൊരു റിവായത്തിലുള്ളത് റിയാഅൻ എന്നാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിലുള്ളത് യുഖാതിലു റിയാഅൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇതിലേതാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, അതൊന്നും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളതല്ല, മറിച്ച് ദീനിന് വേണ്ടി മാത്രം സമരം ചെയ്യുക. അപ്പോൾ വ്യക്തിപരമായ ദേഷ്യം അത് ദഅവത്തിന്റെ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യം, അതാണ് വയുഖാതിലു ഗളബൻ, ദേഷ്യം പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. പേഴ്സണൽ ദേഷ്യങ്ങളൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതവിഷയത്തിലേക്ക് വരാൻ പാടില്ല. ദീനിന്റെ വിഷയങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദേഷ്യം മാത്രമേ ദീനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ ദേഷ്യം, അല്ലാഹുവിന്റെ ഇഷ്ടം, ഇതേ മതവിഷയം ചർച്ച ചെയ്യുന്നിടത്തിൽ നമുക്ക് പോകാൻ പാടുള്ളൂ. ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഗൗരവമാണോ കണ്ടത്, അതിനപ്പുറത്തുള്ള ഒരു ഗൗരവം കാണാൻ നമുക്ക് പാടില്ല. ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഘവം കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിനെ ചെറുതാക്കാനും പാടില്ല. ഇവിടെ ദീനീപരമായ ഏത് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാകട്ടെ വ്യക്തിപരമായ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, വ്യക്തിപരമായ ദേഷ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അല്ലാഹു ഒരു കാര്യം എങ്ങനെ പറയാൻ പറഞ്ഞോ അതിനെ അങ്ങനെ തന്നെ പറയുക, അതിൽ കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല. ഇത് അല്ലാഹുവിന്റെ മതമാണ്. അല്ലാഹു ഒരു കാര്യം എങ്ങനെ പറയരുത് എന്ന് പറഞ്ഞുവോ അങ്ങനെ നമ്മൾ പറയാതിരിക്കുക. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അതെങ്ങനെ പറയണം, എങ്ങനെ പറയാതിരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കാതിരിക്കണം, എങ്ങനെ ദഅവത്ത് നടത്തണം, എങ്ങനെ നടത്താതിരിക്കണം, ഇത്യാദി വിഷയങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശത്തിനപ്പുറം വ്യക്തിപരമായ ഒരു വിഷയം, വ്യക്തിപരമായ ഒരു വികാരം മതരംഗം കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും മതരംഗത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എമ്പാടും ഫിത്നകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ദീനീ രംഗത്ത് മതം കാണിക്കാൻ പറഞ്ഞ വികാരത്തിനപ്പുറമുള്ള വൈയക്തിക വികാരങ്ങൾ കൂടി കടന്നുകൂടിയപ്പോ വ്യക്തിപരമായ വികാരങ്ങളും വ്യക്തിപരമായ ദേഷ്യവും വ്യക്തിപരമായ കോപവും വ്യക്തിപരമായ വെറുപ്പും അതിനെ മതത്തിൽ കൂട്ടിക്കുഴച്ച് അവതരിപ്പിച്ചപ്പോ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ നിയ്യത്തിനെ ഓരോ സെക്കൻഡുകളിലും നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ആരെയും വേദനിപ്പിക്കൽ നമ്മളുടെ ലക്ഷ്യമല്ല. ഒരിക്കലും ആരെയും പ്രയാസപ്പെടുത്തൽ നമ്മളുടെ ലക്ഷ്യമല്ല. മറിച്ച് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് മുമ്പിലാവാൻ പറ്റില്ല. അതിനാൽ സത്യവിശ്വാസികളായ നമ്മളുടെ എല്ലാ സഹോദരന്മാർക്കും നന്മയുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമ്മളുടെ നിയ്യത്തിനെ നമ്മൾ നന്നാക്കി തീർക്കുക. നമ്മളുടെ അമലുകൾ ചെറുതുപോലും നിയ്യത്ത് കൊണ്ട് നമ്മൾ വലുതാക്കുക. അങ്ങനെ സദാസമയം നിയ്യത്തിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ശ്രദ്ധിക്കുക. മഹാന്മാരുടെ ഖൗലുകൾ ശ്രദ്ധിക്കുക. ഓരോ നിമിഷവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിലെ ഒരു ആദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയും. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് ആദത്തായി മാറാത്തത്. മറിച്ച് നമ്മൾ എപ്പോഴും നിയ്യത്തിനെ കുറിച്ച് ഒരു അമല് പോലെ ചിന്തിക്കുക. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമസ്കരിക്കാൻ ഒരുങ്ങിയാൽ വുളു വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് നമുക്കൊരു ആദത്തായതുകൊണ്ടാണ്.
അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അറിവിന്റെ ഇൽമിന്റെ മർത്തബകളിൽ ഒന്നാമതായി പറഞ്ഞത് അവ്വലുൽ ഇൽമി അന്നിയ്യ, നമ്മളുടെ അറിവിന്റെ നിയ്യത്ത്, അറിവിന്റെ ഒന്നാമത്തെ പടി നിയ്യത്തായിരിക്കണം. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, പലപ്പോഴും ദീനീ കാര്യങ്ങൾ പഠിക്കുന്ന ക്ലാസുകളേക്കാൾ ആളുകൾക്ക് പലപ്പോഴും ഗംഭീരമായ പ്രോഗ്രാമുകൾ, ഗംഭീരമായ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ആളുകൾ ആഗ്രഹിക്കുന്നത്. അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള അതല്ലെങ്കിൽ ഇൽമിന്റെ പ്രാധാന്യമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൗഹീദ് വിശദീകരിക്കുന്ന, തൗഹീദിന്റെ ശറഹുകൾ വിശദീകരിക്കുന്ന, അഖീദയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ക്ലാസുകളൊക്കെ ബൈലക്സിലെമ്പാടുമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൈലക്സിൽ എപ്പാടും അതുപോലെയുള്ള കിതാബുകൾ വെച്ചുകൊണ്ടുള്ള ദർസുകൾ. പക്ഷെ അതിനൊന്നും പലപ്പോഴും ആളുകളെ കാണുന്നില്ല. എന്നാൽ അതല്ലാത്ത സമ്മേളനങ്ങൾ, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 500, 600, 1000 ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു വരും. പക്ഷെ അതിനേക്കാളൊക്കെ, അതിലൊന്നും വരരുത് എന്നോ കേൾക്കരുത് എന്നല്ല, അതിനേക്കാളെല്ലാം വിജ്ഞാനപ്രദമായി നമുക്ക് ഉപകാരം ലഭിക്കുന്ന എമ്പാടും ക്ലാസുകൾ, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മൗലവിയുടെ ക്ലാസുകൾ, അതുപോലെ തന്നെ ദിറാസത്തുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ നിന്ന് അബൂബക്കർ സലഫിയുടെ ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയും അവിടെ മഗ്‌രിബോട് കൂടി നമുക്കിവിടെ വൈകുന്നേരം ലഭിക്കും.